Hi, my dear students. We are going to listen the Malayalam explanation of NCERT class 10 English. Unit 9, Madam Rides the Bus, written by Vallikannan. അപ്പോൾ വള്ളിക്കണ്ണൻ എന്ന് പറയുന്നത് തമിഴ് റൈറ്റർ ആണ്. ഈ ലെസൺ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് KS സുന്ദരം ആണ്. But before you read, in this sensitive story, an 8-year-old girl's first bus journey into the world outside her village is also her induction into the mystery of life and death. അപ്പൊ ഇതൊരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഒരു 8 വയസ്സുള്ള ഒരു ഗേള്, അവളുടെ ഫസ്റ്റ് ബസ് ജേർണി, അവളുടെ വില്ലേജിന് പുറത്തോട്ടൊരു സ്ഥലത്തേട്ട് ആദ്യമായി ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. അതുകൂടാതെ അവള് ഒരു ലൈഫ് ഡെത്ത് ആ ഒരു മിസ്റ്ററിയിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. She sees the gap between our knowing that there is death and our understanding of it. അപ്പൊ ആ ജേർണിയിലൂടെ അവൾ പല കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. അതുകൂടാതെ ജീവിതവും മരണവും അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഈ ജേർണിയിലൂടെ അവൾക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് ഇച്ചിരി ലെങ്തി ലെസൺ ആണ്, അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പീഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. There was a girl named വള്ളിയമ്മൈ who was called വള്ളി for short. അപ്പൊ വള്ളിയമ്മൈ എന്നാണ് അവളുടെ ഒറിജിനൽ പേരെങ്കിലും അവളെ വിളിക്കുന്നത് വള്ളി എന്നാണ്. She was 8 years old and very curious about things. അവൾക്ക് 8 വയസ്സ് പ്രായമാണ്. എല്ലാ കാര്യങ്ങളും അറിയാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. Her favorite pastime was standing in front of doorway of her house watching what was happening in the street outside. അപ്പൊ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത് അവളുടെ വീടിന്റെ ഫ്രണ്ടിലെ ഡോറിന്റെ അവിടെ നിന്നിട്ട് എന്ത് വാച്ച് ചെയ്യണം, ആ സ്ട്രീറ്റ്, അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ കാണുന്ന സ്ട്രീറ്റ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവളുടെ ഹോബി. There were no playmates of her own age on her street and this was about all she had to do. അപ്പൊ അവൾക്ക് അവിടെ പ്ലേമേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അവളുടെ പ്രായത്തിലുള്ള ആ സ്ട്രീറ്റിലൊന്നും. അപ്പൊ ഇതായിരുന്നു അവൾക്ക് ആകെ ചെയ്യാൻ ഉണ്ടായിരുന്നത്. But for Valli, standing at the front door was every bit as enjoyable as any of the elaborate games other children play. പിന്നെ വള്ളിക്ക് എങ്ങനെയായിരുന്നു ആ ഫ്രണ്ട് ഡോറില് അവിടെ ഇരുന്ന് ആ എൻജോയ് ചെയ്യുന്നത് ഏത് ഇലാബറേറ്റ് ഗെയിംസിനൊക്കെ. ഇലാബറേറ്റ് ഗെയിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്തി ഗെയിംസ് ഉണ്ടല്ലോ, ഫുട്ബോൾ, ചെസ്, അങ്ങനെയുള്ള ഏത് ഗെയിംസിനേക്കായും, അതായത് മറ്റു കുട്ടികൾ സാധാരണ കളിക്കുന്ന ഗെയിംസിനേക്കായും അവള് ആ കുട്ടികളെ എൻജോയ് ചെയ്യുന്നതിൽ കൂടുതൽ വള്ളി ഇത് എൻജോയ് ചെയ്തിരുന്നു. വാച്ചിങ് ദ സ്ട്രീറ്റ് ഗേവ് ഹർ മെനി ന്യൂ അൺയൂഷ്വൽ എക്സ്പീരിയൻസസ്. അപ്പൊ ആ സ്ട്രീറ്റ് ഇങ്ങനെ അവള് വാച്ച് ചെയ്യുമ്പോൾ അവൾക്ക് വിചിത്രമായ പല എക്സ്പീരിയൻസുകളും അവൾക്ക് ആ ഒരു എന്താണ് അവളുടെ ഹോബിയിൽ നിന്ന് കിട്ടിയിരുന്നു. കാരണം അവൾ ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു നോക്കിയിരുന്നത്. The most fascinating thing of all was the bus that traveled between her village and the nearest town. അപ്പൊ അവൾക്ക് ഏറ്റവും മോഹിപ്പിച്ചത് അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു, ആ വില്ലേജിന്റെ അവളുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ ഒരു ബസ് നിയറസ്റ്റ് ടൗണിലേക്ക് പോകുമായിരുന്നു. It passed through her street each hour, once going to the town and once coming back. ഓരോ മണിക്കൂർ ഇടവിട്ടും ഈ വണ്ടി അങ്ങോട്ട് പോകും, പിന്നെ തിരിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവിടെ ടൗണിൽ നിന്ന് തിരിച്ചു പോകും. The sight of the bus filled each time with a new set of passengers was a source of unending joy for Valli. അപ്പൊ ആ ബസിന്റെ ആ ഒരു സൈറ്റ് എല്ലാ പ്രാവശ്യവും ന്യൂ സെറ്റ് ഓഫ് പാസഞ്ചേഴ്സ് പോകുന്നത് അതൊക്കെ കാണുന്നത് ഇവക്ക് ഭയങ്കര ഒരു എനർജി ആയിരുന്നു, സന്തോഷമായിരുന്നു അവൾ കൊടുത്തിരുന്നത് വള്ളിക്ക്. Day after day, she watched the bus and gradually a tiny wish crept into her head and grew there. അപ്പൊ എന്നും ഓരോ ദിവസവും അവൾ ഈ ബസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പയ്യെ ഒരു ചെറിയ ആഗ്രഹം അവളുടെ മനസ്സിലൂടെ ഇഴഞ്ഞുപോയി, അവളുടെ തലയിലൂടെ ഇഴഞ്ഞുപോയി. അവൾക്കൊരു ആഗ്രഹം ഉണ്ടായി. എന്താണ് അവിടെ ആഗ്രഹം വളർന്നത്? She wanted to ride on that bus even if just once. അവൾക്ക് ആ ബസ്സിൽ ഒന്ന് കേറി യാത്ര ചെയ്യണം
ഒരു പ്രാവശ്യമെങ്കിലും എന്ന് ഒരാഗ്രഹം അവളുടെ മനസ്സിൽ കയറിക്കൂടി. This wish became stronger and stronger until it was an overwhelming desire. അങ്ങനെ ഈ ആഗ്രഹം കൂടി 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 അതൊരു ഓവർവെമിങ്, ഒരു മനസ്സിൽ കൊള്ളാത്ത ഒരു ആഗ്രഹമായി മാറി. അത്രയ്ക്ക് ആഗ്രഹമായി. Valli would stare wistfully at the people who got on or off the bus when it stopped at the street corner. അപ്പൊ അവൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഇങ്ങനെ നോക്കും അവിടുന്ന് ആളുകൾ ഇറങ്ങണതും കേറണതും സ്റ്റോപ്പും ആ സ്ട്രീറ്റ് കോർണറിലേട്ടൊക്കെ. Their faces would kindle in her longingness, dreams and hopes. അവരുടെ ഫേസ് ഒക്കെ ജ്വലിക്കുന്നത് പോലെ തോന്നി. ഭയങ്കരമായിട്ട് ജ്വലിക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. അവൾക്ക് കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ വരികയാണ്. If one of her friends happened to ride the bus and try to describe the sight of the town to her, Valli would be too jealous to listen and would shout in English, proud, proud. അവളുടെ ഒരു ഫ്രണ്ട് ഈ ബസ്സിൽ കയറി റൈഡൊക്കെ നടത്തി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെ, ആ ടൗണിൽ കണ്ട കാഴ്ചകളും പോയ വഴിയൊക്കെ കണ്ട കാഴ്ചകളൊക്കെ ഇവളോട് പറഞ്ഞപ്പോ വള്ളിക്ക് ശരിക്കും അവളോട് ഭയങ്കര ജലസി, ഒരു അസൂയ തോന്നുകയാണ്. എന്നിട്ട് അവള് ദേഷ്യത്തോടെ ഷൗട്ട് ചെയ്യാണ് ഇംഗ്ലീഷില്, പ്രൗഡ് പ്രൗഡ്. അവൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, പക്ഷെ ആ ഒരു ദേഷ്യത്തില് അഹങ്കാരി എന്നുള്ള രീതിയിൽ, നീ ഒരു അഹങ്കാരിയാണെന്നുള്ള രീതിയിൽ ഭയങ്കര കുശുമ്പോടുകൂടി പ്രൗഡ് പ്രൗഡ് എന്ന് പറയാണ്. Neither she nor her friends really understood the meaning of the word, but they used it often as a slang expression of disapproval. ശരിക്കും അവൾക്കോ അവളുടെ ഫ്രണ്ടിനോ ഇതിന്റെ മീനിങ് ഒന്നും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, പക്ഷെ ഒരു ഡിസപ്രൂവലിന്റെ, നോ നോ എന്നുള്ള ഒരു ഡിസപ്രൂവലിന്റെ ഒരു എക്സ്പ്രഷൻ പോലെയാണ് ഈ പ്രൗഡ് എന്ന് പറയുന്ന വേർഡ് അവർ യൂസ് ചെയ്യുന്നത്. Over many days and months, Valli listened carefully to conversations between her neighbors and people who regularly use the bus, and she also asked a few discreet questions here and there. അപ്പൊ കുറേ ദിവസവും മാസങ്ങളും ഇങ്ങനെ വള്ളി ശ്രദ്ധിക്കുന്നുണ്ട് അവിടുത്തെ നെയ്ബേഴ്സും അടുത്ത ആളുകളൊക്കെ ഈ ബസ്സിനെ കുറിച്ച്, ബസ്സിൽ ട്രാവൽ ചെയ്തതിനെ കുറിച്ചൊക്കെ കോൺവെർസേഷൻസ് നടത്തുന്നത്. അതുകൂടാതെ ഇവള് കുറെ കെയർഫുൾ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുകയും ചെയ്തു, ചോദിക്കുകയും ചെയ്തു. This way she picked up various small details about the bus journey. അങ്ങനെ അവൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ആ ബസ് ജേർണിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ മനസ്സിലാക്കി. The town was 6 miles from her village. The fare was 30 paise. ഇനി എന്തൊക്കെയാണ് അവൾ മനസ്സിലാക്കിയത്? ടൗൺ ഏകദേശം 6 മൈല് ഈ വില്ലേജിൽ നിന്ന് അകലെയാണ്. 30 പൈസയാണ് അതിന്റെ കൂലി, ടിക്കറ്റിന്റെ കൂലി. which is almost nothing at all, she heard one well dressed man say. ഒരു വലിയ ഡ്രസ് ഒക്കെ ഇട്ട് നല്ലൊരു മനുഷ്യൻ പറഞ്ഞു, അതൊന്നും അല്ല എന്ന്. but to Valli, who scarcely saw that much money, from one month to the next it seemed a fortune. പക്ഷെ വള്ളി വലിയ പണക്കാരി ഒന്നും ആയിരുന്നില്ല. അവൾ ഈ 30 പൈസ എന്ന് പറയുന്നത് കണ്ടിട്ട് തന്നെ കുറെ നാളായി. അപ്പൊ അത് അവളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു വലിയ amount ആയിരുന്നു. The trip to the town took 45 minutes. അതുകൂടാതെ അവൾ കണ്ടുപിടിച്ചു ആ ട്രിപ്പ് ടു ദ ടൗണിന് ഏകദേശം 45 minutes എടുക്കും അങ്ങോട്ട്. On reaching town, if she stayed in her seat and paid another 30 paise, she could return home on the same bus. അപ്പൊ അവൾ അവിടെ ചെന്നതിന് ശേഷം ഒരു 30 പൈസയും കൂടി കൊടുത്താൽ ആ ബസ്സിൽ അവർക്ക് തിരിച്ചു വരാമെന്ന് അവൾ മനസ്സിലാക്കി. She could return home on the same bus. This meant that she could take the 1 o'clock afternoon bus, reach the town at 1:45 and be back home by about 2:45. അപ്പൊ അവൾ തീരുമാനിക്കുകയാണ്, ഒരു 1 o'clock, ആഫ്റ്റർനൂൺ 1 o'clockന് ഒരു ബസ് ഉണ്ട്, അതിന് കയറിയ അവള് 1:45 ആവുമ്പോ എവിടെ എത്തും? ടൗണിലെത്തും. അത് കഴിഞ്ഞ് തിരിച്ച് ഏകദേശം ഒരു 15 minutes ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ഒരു 2:45 ആവുമ്പോ എവിടെ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് അവള് കാൽക്കുലേറ്റ് ചെയ്യണം. ഏകദേശം ഒരു 1 o'clockന് തുടങ്ങി 2:45 തീരുന്ന ഒരു ജേർണി. On and on went her thoughts as she calculated and recalculated, planned and replanned. അവൾ അവളുടെ ചിന്തകളൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു, വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തു, അവളെല്ലാം പ്ലാൻ ചെയ്ത് പിന്നെ റീപ്ലാൻ ചെയ്തു. അവൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ഇരിക്കുകയാണ് പോവാൻ. Well, one fine spring day, the afternoon bus was just on the point of leaving the village and turning into the main
highway when a small voice was heard shouting, "Stop the bus! Stop the bus!" And a tiny hand was raised commandingly. അങ്ങനെ ഒരു സ്പ്രിംഗ് ഡേയില് ഒരു നല്ല പൂക്കളൊക്കെ വിടുന്ന നല്ലൊരു ദിവസം ഉച്ച കഴിഞ്ഞ് ഈ ബസ് ഇങ്ങനെ വില്ലേജിൽ കൂടെ പോകുമ്പോ ആ മെയിൻ ഹൈവേയുടെ അവിടെ നിന്ന് ഒരു ചെറിയ വോയിസ് കേൾക്കുകയാണ്, സ്റ്റോപ്പ് ദ ബസ്, സ്റ്റോപ്പ് ദ ബസ് എന്ന്. അപ്പൊ ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ കൈ പൊക്കിക്കൊണ്ട് പറയാണിത്. The bus slowed down to a crawl. ഒരു ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ ബസ് അങ്ങ് നിന്നു. And a tiny hand was raised commandingly. The bus slowed down to a crawl and the conductor, sticking his head out of the door, said, "Hurry then, tell whoever it is to come quickly." ആരാ അത്? കണ്ടക്ടർ തല പുറത്തോട്ട് ഇട്ടിട്ട് ചോദിക്കുകയാണ്, ആരാ അത്? പെട്ടെന്ന് വരൂ, ആരാണെങ്കിലും ക്വിക്ക് ആയിട്ട് വരൂ എന്ന് പറയാണ്. "It's me," shouted Wally. ഇത് ഞാനാണ് നമ്മുടെ വള്ളി ഷൗട്ട് ചെയ്യാണ്. "I am the one who has to get in." ഞാനാണ് ഇനി ഇതിന്റെ അകത്ത് കയറാൻ പോകുന്നത്, എനിക്ക് ഇതിനകത്ത് കയറണം. By now the bus had come to a stop and the conductor said, "Oh really? You don't say so." അപ്പോ തീർച്ചയായിട്ടും കളിയാക്കുന്നത് പോലെയാണ് ചോദിക്കണേ. അങ്ങനെ പറയില്ലേ, താങ്കളാണ് ഇതിന്റെ അകത്ത് കയറാനുള്ളത് എന്ന് ഒരു കളിയാക്കുന്ന രീതിയിൽ കണ്ടക്ടർ ചോദിക്കുകയാണ്. "Yes, I simply have to go to town." എനിക്ക് വെറുതെ ടൗൺ വരെ ഒന്ന് പോണം, said Wally, still standing outside the bus. അവള് ബസ്സിന് പുറത്ത് നിൽക്കുകയാണ് ഇപ്പോഴും. "And here is my money." She showed him some coins. ഇതാണ് മണി, എന്റെ കയ്യിൽ കാശൊക്കെ ഉണ്ട്, എനിക്ക് ഈ ബസ്സിൽ കയറണം. Okay, but first you must get on the bus. കാശൊക്കെ പിന്നെ മേടിക്കാം, ആദ്യം ബസ്സിന്റെ അകത്തോട്ട് കയറ്, said the conductor, and he stretched out a hand to help her up. കണ്ടക്ടർ കൈയൊക്കെ കൊടുത്ത് കുട്ടീനെ കയറ്റാണ്. "Never mind," she said, "I can get on by myself." എനിക്ക് കൈയൊന്നും തരണ്ട, എനിക്ക് തന്നെ കയറാൻ അറിയാം. "You don't have to help me." എന്നെ ഹെൽപ്പ് ഒന്നും ചെയ്യണ്ട. The conductor was a jolly sort, fond of joking. ഇത് കണ്ടപ്പോ കണ്ടക്ടർ ഭയങ്കര ഒരു തമാശക്കാരനായിരുന്നു. "Oh, please don't be angry with me, my fine madam." എന്നോട് ദേഷ്യമൊന്നും പെടല്ലേ മാഡം എന്ന് കളിയാക്കുന്ന രീതിയിൽ സ്നേഹത്തോടെ പറയാണ്. He said, "Here, have a seat right up there in front. Everybody move aside, please. Make way for madam." അതാ അവിടെ ഒരു സീറ്റ് ഉണ്ട്, ആ സീറ്റിൽ ഇരുന്നോളൂ, റൈറ്റ് ഫ്രണ്ടില് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആ സീറ്റിൽ ഇരുന്നോളൂ, എല്ലാവരും വഴി കൊടുത്തേ നമ്മുടെ മാഡത്തിന് എന്ന് കളിയാക്കുന്നതും സ്നേഹത്തോടെ പറയാണ്. It was a slack time of day. സ്ലാക്ക് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എന്താണ്, വലിയ ഒരു ക്രൗഡ് ഒന്നും ഇല്ലാത്ത ഒരു സമയമായിരുന്നു. And there were only 6 or 7 passengers on the bus. അപ്പൊ ആ ബസ്സിൽ കുറച്ച് പാസഞ്ചേഴ്സ്, 6 or 7 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. They were all looking at Wally and laughing with the conductor. അവരെല്ലാവരും ഈ വള്ളി കുഞ്ഞു കുട്ടിയല്ലേ, അവളെ നോക്കി ചിരിക്കുന്നുണ്ട്, കണ്ടക്ടറും ചിരിക്കുന്നുണ്ട്. Wally was overcome with shyness. അവൾക്കൊരു ചെറിയൊരു നാണക്കേട് വന്നു, തിങ്ങി വന്നു. Avoiding everyone's eyes, she walked quickly to an empty seat and sat down. എല്ലാവരുടെയും കണ്ണുകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് അവള് പെട്ടെന്ന് പോയി അവളെ കാണിച്ച ആ ഒരു empty സീറ്റില് അവൾ ഇരിക്കുകയാണ്. "May we start now, madam?" the conductor asked, smiling. ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "ഇനി ബസ് എടുത്തോട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം." Then he blew his whistle twice and the bus moved forward with their own. അങ്ങനെ കണ്ടക്ടർ 2 പ്രാവശ്യം വിസിൽ ഊതി ബസ് മൂവ് ചെയ്യാണ് ഒരു ശബ്ദത്തോടു കൂടി. It was a new bus. Its outside painted a gleaming white with some green stripes along the sides. അതൊരു പുതിയ ബസ്സായിരുന്നു, അതിന്റെ പുറത്ത് നല്ല മിന്നുന്ന വൈറ്റ് കളറും ഗ്രീൻ കളർ സ്ട്രൈപ്സ് ഒക്കെയുള്ള ബസ്സായിരുന്നു. Inside the overhead bars shone like silver. അപ്പൊ അതിന്റെ അകത്തും ഇങ്ങനെ ബാറുകളൊക്കെ നല്ല മിനുങ്ങുന്ന സിൽവർ കളറിലുള്ളതായിരുന്നു. തലയിലെ കൈയൊക്കെ പിടിക്കുന്ന സ്ഥലങ്ങളില്ല. Directly in front of Wally, above the windshield, there was a beautiful clock. അപ്പൊ അവളുടെ വള്ളിയുടെ തൊട്ട് ഫ്രണ്ടില് അവിടെ എന്തുണ്ടായിരുന്നു? വിൻഷീൽഡ് എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് ഗ്ലാസ്, ഒരു ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു ബ്യൂട്ടിഫുൾ ക്ലോക്കും ഉണ്ടായിരുന്നു. ദ സീറ്റ് വേർ സോഫ്റ്റ് ആൻഡ് ലക്ഷൂറിയസ്. അപ്പൊ ആ സീറ്റ് എന്താണ്, ഭയങ്കര സോഫ്റ്റും ആയിരുന്നു, ലക്ഷൂറിയസ് ആയിരുന്നു. അപ്പൊ ഇതാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബസ്. Wally devoured everything with her eyes. അപ്പൊ വള്ളി ഇങ്ങനെ എന്താണ്, ആർത്തിയോടുകൂടി, ഡിവോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർത്തിയോടുകൂടി വള്ളി ഇതെല്ലാം നോക്കുകയാണ്. But
When she started to look outside, she found her view cut off by a canvas blind that covered the lower part of a window. അപ്പൊ അവള് പുറത്തോട്ട് നോക്കിയപ്പം അവൾ ആ നോക്കുന്നതിന് ഒരു കട്ടിങ് വന്നു. അവിടെ ആ ഒരു വിൻഷീൽഡ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അവൾക്ക് ആ കാഴ്ച കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് എന്തോ ഒരു എന്താണ് ഒരു ക്യാൻവാസ് ബ്ലൈൻഡ്, അതായത് ഒരു ഫ്രെയിമിന് എന്തോ ഒരു പ്രോബ്ലം, അതായത് ഫ്രെയിം ഇങ്ങനെ താന്നാണ് ഇരിക്കണേ, വിൻഡോയുടെ സൈഡിലേ ആയിരിക്കും. So she stood up on the seat and peered over the blind. അപ്പൊ എന്ത് ചെയ്തു, അവൾ ആ സീറ്റിൽ കയറി നിന്നിട്ട് അവൾ ഇങ്ങനെ നോക്കി, കാഴ്ചകളൊക്കെ നോക്കി കാണാണ്. The bus was now going along the bank of a canal. അപ്പൊ ബസ് ഇങ്ങനെ ഒരു കനാലിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. The road was very narrow. On one side there was canal and beyond it palm trees, grassland, distant mountains and the blue sky. അപ്പൊ ആ റോഡ് ഭയങ്കര ഇടുങ്ങിയതായിരുന്നു. ഒരു സൈഡില് കനാല്, ആ കനാലിന് അപ്പുറത്തേട്ട് പാം ട്രീസ് ഉണ്ട്, നല്ല എന്താണ് ഗ്രാസ് ഒക്കെ ഉള്ള ലാൻഡ് ഉണ്ട്, അതിനും അപ്പുറത്തേട്ട് വലിയ മൗണ്ടൻസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, സ്കൈ ഒക്കെ നല്ല ബ്ലൂ കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ആണ്. On the other side was a deep ditch and then acres of green field, green as far as the eye could see. ഇനി അത് മറ്റേ സൈഡിലോ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു കുഴിയാണ്, ഇങ്ങനെ താന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഏക്കേഴ്സ് ഓഫ് ഗ്രീൻ ഫീൽഡ്സ് ആണ് മറ്റേ സൈഡില്, നല്ല ഗ്രീൻ കളറിൽ കണ്ണെത്താ ദൂരത്തോളം നല്ല ഭംഗിയിലാണ് മറ്റേ സൈഡും കിടക്കുന്നത്. ഒരു സൈഡ്, രണ്ട് സൈഡും നല്ല ബ്യൂട്ടിഫുൾ ആണ്. Oh, it was all so wonderful. അവള് പറയണു എന്ത് രസാണ്. Suddenly she was startled by a voice. Listen child, said the voice, you shouldn't stand like that. Sit down. അപ്പൊ അവള് പെട്ടെന്ന് സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കൊണ്ട് ഒരു വോയിസ് പറയാണ്, കുട്ടി അവിടെ ഇരിക്കോ, നിനക്ക് അങ്ങനെ എഞ്ചിരിക്കാന്ന് പല്ല, അവിടെ ഇരിക്കുക. കാരണം വല്ലയിടത്തും വീടില്ല അങ്ങനെ എഞ്ചിരുന്ന. അതുകൊണ്ട് ഒരു വോയിസ്, ആരാണ് ആ വണ്ടിയിലെ ഒരു യാത്രക്കാരനാണ് പറയുന്നത്. Sitting down, she looked to see who had spoken. It was an elderly man who had honestly been concerned for her. പ്രായമുള്ള ഒരു വ്യക്തിയാണ്. ആ കുട്ടിയുടെ തന്നെ ഭയങ്കര കൺസേൺഡ് ആയിട്ടത് കൊണ്ട് ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞതാണ് അയാള്. ബട്ട് ഷി വാസ് അനോയ്ഡ് ബൈ ഹിസ് അറ്റൻഷൻ. പക്ഷെ വല്ലിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അയാളുടെ ഒരു സംസാരം. There is nobody here. Who is a child? Who's a child? She said haughtily. ഇവിടെ ആരും ഇല്ലേ, ഈ കുട്ടിയുടെ കൂടെ ആരും ഇല്ലേ? I have paid my 30 paisa like everyone else. അപ്പൊ അവള് പറയാണ് ഭയങ്കര ദേഷ്യത്തില്, വല്ലി പറയാണ്, പ്രൗഡിലാണ് പറയണ, ഹോട്ട്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൈഡ് ആയിട്ട് പറയാണ്, എന്റെ കൂടെ ആരും എന്തിനാ, ഞാൻ 30 പൈസ കൊടുത്തിട്ടാണ് എല്ലാവരെയും പോലെ യാത്ര ചെയ്യുന്നത്. The conductor chimed in. അപ്പൊ എന്താണ്, നമ്മുടെ കണ്ടക്ടർ കണ്ടപ്പോ ഇടയ്ക്ക് കയറി, ചിംഡിൻ എന്ന് വെച്ചാൽ ഇടയ്ക്ക് കയറി പറയാണ്, ഓ സർ, ബട്ട് ദിസ് ഇസ് എ വെരി ഗ്രോൺ അപ്പ് മാഡം. അയ്യോ സാറേ, ഈ കുട്ടി ഭയങ്കര വളർച്ചയുള്ള വലിയൊരു മാഡമാണ്, ഞാൻ മാഡം എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഡു യു തിങ്ക് എ മിയർ ഗേൾ കുഡ് പേ ഹർ ഓൺ ഫെയർ ആൻഡ് ട്രാവൽ ടു ദ സിറ്റി ഓൾ ആണ്? താങ്കൾക്ക് തോന്നുന്നുണ്ട് ഒരു സാധാരണ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ സ്വന്തമായിട്ട് ടിക്കറ്റ് കാശൊക്കെ എടുത്ത് സിറ്റിയിലേക്ക് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നു തോന്നുന്നുണ്ടോ? ഇതൊരു മാഡമാണ്, മിടുക്കിയാണ്. വള്ളി ഷോട്ട് ആൻ ആംഗ്രി ഗ്ലാൻസ് അറ്റ് ദ കണ്ടക്ടർ ആൻഡ് സെഡ്. അപ്പം വള്ളിക്ക് ഇങ്ങനെ പറഞ്ഞപ്പം കളിയാക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് വള്ളി കണ്ടക്ടറെ ഭയങ്കര ദേഷ്യത്തിൽ നോക്കുകയാണ്. ഐ ആം നോട്ട് എ മാഡം, പ്ലീസ് റിമെമ്പർ ദാറ്റ്, ആൻഡ് യു ഹാവ് നോട്ട് യെറ്റ് ഗിവൺ മീ മൈ ടിക്കറ്റ്. ഞാൻ മാഡം ഒന്നും അല്ല, അത് ഓർത്തു വെച്ചോ. ഇനി എന്റെ ടിക്കറ്റ് ഇതുവരെ തന്നില്ലല്ലോ. ഓ ഐ വിൽ റിമെമ്പർ, ഞാൻ ഓർത്തോളാം. കണ്ടക്ടർ പറയാണ്, മിമിക്കിങ് ഹെർ ടോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യ പറഞ്ഞ അതേ സ്റ്റൈല് റിപ്പീറ്റ് ചെയ്തിട്ടാണ് പറയണേ. Everyone laughed and gradually Vallu too joined in the laughter. ഇത് ഈ ഒരു കളിയാക്കുന്ന കണ്ടപ്പം അവിടെയുള്ള എല്ലാവരും ചിരിച്ചു, വല്ലിയും അത് കണ്ട് ചിരിക്കുവാണ്. The conductor punched a ticket and handed it to her. കണ്ടക്ടർ ഒരു ടിക്കറ്റ് അതിൽ നിന്ന് പ്രസ് ചെയ്ത് എടുത്ത് കൊടുത്തു. Just sit back and make yourself comfortable. അവിടെ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കാണ്. Why should you stand when you have paid for the seat? നീ സീറ്റിന് വേണ്ടി കാശ് കൊടുത്തതല്ലേ, പിന്നെ എന്തിനാ നീ എനിക്ക് നിൽക്കുന്നത്? നിന്റെ കാശ് കൊണ്ട് നീ എടുത്ത സീറ്റാണ്, നിനക്ക് അവിടെ ഇരിക്കാം. Because I want to, she answered, standing up again.
കാരണം എനിക്കിത് കാണണം, എനിക്ക് എനിച്ചു നിന്ന് കാണണം എന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് നിന്ന് കാണണം. But if you stand on the seat, you may fall and hurt yourself when the bus make a sharp turn or hit a bump. ഇങ്ങനെ എനിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ നീ ചിലപ്പോ വീഴുവോ, നിനക്ക് എവിടെയെങ്കിലൊക്കെ തല മുട്ടുകയോ ചെയ്യും. ബസ് ഓടിക്കുമ്പോ എവിടെയെങ്കിലും ഒരു നല്ല ടേണിങ് വരുകയോ എവിടെയെങ്കിലും ഒന്ന് പയ്യെ മുട്ടുകയോ ഒരു ബമ്പിന്റെ മുകളിൽ കയറുകയൊക്കെ ചെയ്യുമ്പോൾ, that is why we want you to sit down, child. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മോളെ ഇരിക്കാൻ. I am not a child, I tell you. ഞാൻ ചൈൽഡ് ഒന്നുമല്ല. She said irritably. Irritating ആയിട്ട് പറയാണ്. I am 8 years old. എനിക്ക് 8 വയസ്സുണ്ട്. ഞാൻ കുഞ്ഞു കുട്ടിയൊന്നുമല്ല. Of course. How stupid of me. 8 years അയ്യോ തീർച്ചയായിട്ടും ഞാൻ stupid ആണ്. 8 വയസ്സുണ്ടല്ലേ, അപ്പൊ വലിയ കുട്ടിയാണ്. The bus stopped. Some new passengers got on and the conductor got busy for a time. Afraid of losing her seat, Valli finally sat up. ബസ് നിർത്തി കഴിഞ്ഞപ്പോ കുറെ പാസഞ്ചേഴ്സ് ഒക്കെ കയറി. കണ്ടക്ടർ അവിടെ ഭയങ്കര ബിസിയാണ് ആ സമയത്ത്. അപ്പൊ അവൾക്ക് പെട്ടെന്ന് തോന്നി, ഇനി ഞാൻ എണീറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് അങ്ങ് നഷ്ടപ്പെട്ടാലോ. അത് കാരണം വള്ളി സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. An elderly woman came and sat beside her. അപ്പൊ ഇച്ചിരി പ്രായമുള്ള ഒരു ലേഡി വന്ന് അവളുടെ അടുത്ത് ഇരിക്കുകയാണ്. Are you all alone, dear? എന്നിട്ട് ചോദിക്കുകയാണ്, നീ തന്നെയാണോ? She asked Valli as the bus started again. അപ്പം വള്ളിയോട് ചോദിക്കുകയാണ്. Valli found the woman absolutely repulsive. അപ്പം repulsive എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ causing strong dislike. അതിനെ കണ്ടപ്പോ തീരെ ആ വുമനെ കണ്ടപ്പം വള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. Such big holes she had in her earlobes. ആ സ്ത്രീയുടെ ചെവിയില് ഈ കമ്മലിടുന്ന ഭാഗത്തുണ്ടല്ലോ, അവിടെ വലിയ ഓട്ടയുണ്ട്. വലിയ കാത് ഭയങ്കരമായിട്ട് വലിയ ഓട്ടയായിട്ടാണ് ഇരിക്കുന്നത്. And such ugly earrings in them. ഇനി ആ കാതിലാണെങ്കിൽ ഒരു വൃത്തികെട്ട കമ്മൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. And she could smell the betel nut the woman was chewing and see the betel juice that was threatening to spill over her lips. Betel എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ വെറ്റില മുറുക്കൂല്ലേ, അപ്പൊ ഈ സ്ത്രീക്ക് ഭയങ്കര വെറ്റില മുറുക്കിയ മണമായിരുന്നു. അതുകൂടാതെ ഈ സ്ത്രീ വെറ്റില വായിലിട്ട് ചവയ്ക്കുന്നുണ്ട്. ഈ വെറ്റിലയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ പുറത്തോട്ട് ലിപ്സിന്ന് ചാടുന്ന രീതിയിൽ, പേടിപ്പിക്കുന്ന രീതിയിൽ വായിൽ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ വള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അത്. ഏത് നിമിഷവും ആ ബീറ്റൽ ജ്യൂസ് പുറത്തോട്ട് ചാടും. who could be sociable with such a person? എന്തൊരു സോഷ്യബിൾ അല്ലാത്ത ലേഡിയാണിത് എന്ന് തോന്നുകയാണ്. അപ്പൊ പറയണ, yes, I am traveling alone, she answered curtly. ഞാൻ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. And I have got a ticket too. എനിക്കൊരു ടിക്കറ്റും ഉണ്ട്. Yes, she is on her way to town, said the conductor. അപ്പൊ അത് കേട്ടോടുകൂടി കണ്ടക്ടർ പറയാണ്, ഈ കുട്ടി ടൗണിലേട്ടാണ് പോകുന്നത്. with a 30 പൈസ ടിക്കറ്റ്. അവളുടെ കയ്യിൽ 30 പൈസയുടെ ടിക്കറ്റും ഉണ്ട്. കളിയാക്കുന്ന രീതിയിലാണ് പറയുന്നത്, സ്നേഹത്തോടെ. why don't you mind your own business, said Valli. അപ്പൊ വള്ളി കണ്ടക്ടറോട് പറയാണ്, താങ്കളുടെ ബിസിനസ് നോക്കൂ, എന്റെ കാര്യം അന്വേഷിക്കണേ എന്തിനാ. But she laughed all the same and the conductor laughed too. അത് കേട്ടപ്പോൾ വള്ളിയും ചിരിച്ചു, കണ്ടക്ടറും ചിരിച്ചു. But the old woman went on with her drivel. Is it proper for such a young person to travel alone? Drivel എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സില്ലി നോൺസെൻസ് ആയിരുന്നു. പറയണം, ഇത്ര ചെറിയ കുട്ടികളൊക്കെ തന്നെ ട്രാവൽ ചെയ്യുന്നത് ശരിയാണോ? Do you know exactly where you are going in town? What is the street? What is the house number? നീ എങ്ങടാണ് ശരിക്കും പോകുന്നത് ടൗണിലേട്ട്? ഏത് സ്ട്രീറ്റിലേട്ടാണ് പോകുന്നത്? ഏത് വീട്ടിലേട്ടാണ് പോകുന്നത്? എന്താണ് ഹൗസ് നമ്പർ എന്നൊക്കെ ചോദിക്കുകയാണ്. You needn't bother about me. അപ്പം വള്ളി പറയാണ് ഈ വുമണോട്, നിങ്ങൾ അതൊന്നും അന്വേഷിക്കേണ്ട, എന്നെ കുറിച്ച് ഇത്ര ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. I can take care of myself. എനിക്ക് എന്നെ നോക്കാൻ നന്നായിട്ട് അറിയാം. വള്ളി said, turning her face towards the window and staring out. ആ ലേഡിയുടെ അടുത്തുനിന്ന് മാറ്റി വിൻഡോ സൈഡിലേക്ക് നോക്കിയിട്ട് പുറത്തോട്ട് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. Her first journey. What careful, painstaking, elaborate plans she had to make for it. അവളുടെ ഫസ്റ്റ് ജേർണിയാണ്. അവൾ എന്തൊക്കെ പെയിൻസ്റ്റേക്കിംഗ് എന്ന് വെച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നറിയൂ. ഇലാബറേറ്റ് പ്ലാൻസ് ഒക്കെ ചെയ്തു ഈ ഒരു ജേർണി സക്സസ്ഫുൾ ആവാൻ. She had thriftily saved whatever stray coins came her way. അവളാണ് ഈ ഭയങ്കര സൂക്ഷിച്ച് പിശുക്കി അവൾക്ക് കിട്ടിയ മണിയൊക്കെ സൂക്ഷിച്ചു വെച്ചു. Resisting every temptation to buy peppermints, toys, balloons and the like.
And finally, she had saved a total of 60 paise. അവള് കുറെ ടെംപ്ടേഷൻ, ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പല സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾ അതൊന്നും മേടിച്ചില്ല. അതൊന്നും മേടിക്കാതെ അവള് കാശ് സേവ് ചെയ്തു. How difficult it had been, particularly that day at the village fair, but she had resolutely stifled a strong desire to ride the merry-go-round even though she had the money. അപ്പൊ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് അവക്ക് എന്താണ് അവക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയത് വില്ലേജിലെ ഉത്സവത്തിന്. എന്ത് പറ്റി? അവള് നോക്കുമ്പം ഈ മെറിഗോ റൗണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെ ചുറ്റി 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 കറങ്ങുന്ന ആ മെറിഗോ റൗണ്ടിൽ കയറണം നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടായി. ഭയങ്കര സെൽഫ് കൺട്രോൾ കിട്ടാത്ത പോലെ തോന്നി. പക്ഷെ അവള് അതിൽ കേറാതെ ആ മണിയും കൂടി സേവ് ചെയ്ത് എന്തിന് ഈ ബസ് റൈഡിന് വേണ്ടി യൂസ് ചെയ്യാണ്. ആഫ്റ്റർ ഷി ഹാഡ് ഇനഫ് മണി സേവ്ഡ്. അപ്പൊ ഇതാണ് ആ എങ്ങനെയൊക്കെയാണ് നമ്മുടെ വള്ളി ഈ മണി സേവ് ചെയ്തത് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. After she had enough money saved, her next problem was how to slip out of the house without her mother's knowledge. ഇനി അടുത്ത പ്രോബ്ലം അവള് ഫേസ് എന്താണ്? എങ്ങനെയാണ് സ്ലിപ്പ് ഔട്ട് ചെയ്യാം, മദറിന്റെ അറിവില്ലാതെ എങ്ങനെ ഒളിച്ചു പോയിട്ട് വരാം. But she managed this without too much difficulty. പക്ഷെ അത് അവൾക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റി, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. Every day after lunch, her mother would nap from about 1 to 4 or so. അപ്പൊ എല്ലാ ദിവസവും ലഞ്ച് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒരു നാപ്പ്, ഒരു മോർണിംഗ് സ്ലീപ്പ് ഉണ്ട് മദറിന്. ഏകദേശം 1-1.5-2 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങും. വള്ളി always used these hours for her excursions. അപ്പൊ ഈ സമയത്താണ് വള്ളി പുറത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കി എക്സ്കർഷൻസ്, ചെറിയ ചെറിയ ട്രിപ്പ് മുറ്റത്തേട്ടും അടുത്തോട്ടൊക്കെ പോകുന്നത്. As she stood looking from the doorway of her house or sometimes even ventured out into the village. ചിലപ്പോ അവള് ഡോർവേയിലൊക്കെ നോക്കിയിരിക്കും, ചിലപ്പോ പുറത്തോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് പോവും. These small same hours could be used for her first excursion outside the village. അവൾ തീരുമാനിക്കുകയാണ് ഈ ടൈം തന്നെയാണ് ബെസ്റ്റ് ഇവളുടെ ഫസ്റ്റ് വില്ലേജിന് പുറത്തേട്ടുള്ള ഒരു എക്സ്കർഷന് വേണ്ടിയിട്ട്. The bus rolled on, now cutting across a bare landscape, now rushing through a tiny hamlet or past an old wayside shop. അപ്പൊ അങ്ങനെ ഈ സമയമാണ് അവള് സെലക്ട് ചെയ്തത്. അങ്ങനെ ഈ ബസ് അവള് ബസ്സിലാണല്ലോ, അവളിങ്ങനെ നല്ല ബെയർ കട്ടിങ് അക്രോസ് ബെയർ ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ ഡ്രൈ പ്ലേസുകളൊക്കെയാണ് ഇപ്പൊ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്. അതുകൂടാതെ ചെറിയൊരു ഹാംലെറ്റ് എന്ന് വെച്ചാൽ കുഗ്രാമം, ചെറിയ ഗ്രാമം കണ്ടു. പിന്നെ അവിടെ ഒരു വേ സൈഡ് ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ഷോപ്പ് ഉണ്ടായിരുന്നു. Sometimes the bus seemed on the point of gobbing up another vehicle that was coming towards them or a pedestrian crossing the road. അപ്പൊ ചിലപ്പോ ഈ ബസ് വന്നെ കാണുമ്പോ അതിപ്പോ ഫ്രണ്ടില് വരുന്ന ബസ്സുകള് ഈ ബസ്സിനെ വിഴുങ്ങും എന്ന രീതിയിലാണ് വരുന്നത്. പക്ഷെ അത് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. But lo, somehow it passed on smoothly, leaving all obstacles safely behind. നമുക്കും ബസ്സിന്റെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ തോന്നാറുണ്ട് ഓപ്പോസിറ്റ് വന്ന ബസ് ഇപ്പൊ നമ്മളെ ഇടിക്കുന്ന, പക്ഷെ ഒരു കുഴപ്പമില്ലാതെ പാസ് ചെയ്ത് പോവാറുണ്ട്. അപ്പൊ അതുപോലെ അവൾക്കും ഇതിൽ ഫീൽ ചെയ്തു. Trees came running towards them, but then stopped as the bus reached them and simply stood there helpless for a moment by the side of the road before rushing away in the other direction. അവൾക്ക് തോന്നി ഈ ട്രീകള്, ഫ്രണ്ടിലുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ ഓടി വരുന്നത് പോലെ തോന്നി ഈ വണ്ടിയുടെ ഫ്രണ്ടിലേട്ട്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോ അത് പയ്യെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടും പുറകോട്ട് പോകുമ്പോ ഇങ്ങനെ അത് അകന്നകന്ന് പോകുന്നതായിട്ടും ട്രീസിനെ കുറിച്ചിട്ടും അവക്ക് അനുഭവപ്പെട്ടു ആ യാത്രയിൽ. Suddenly, Valli clapped her hands and with glee. A young cow, tail high in the air, was running very fast, right in the middle of the road, right in front of the bus. പെട്ടെന്ന് വള്ളി കൈയടിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടുകൂടി. ഗ്ലീ എന്ന് വെച്ചാൽ സന്തോഷം. എന്താ കാരണം? ഒരു പ്രായം കുറഞ്ഞ ഒരു കൗ അതിന്റെ വാൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് എയറിൽ. അതിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് റോഡിന്റെ നടുക്കൂടി ബസിന്റെ ഫ്രണ്ടിലേട്ട് ഓടി വരികയാണ്. The bus slowed to a crawl and the driver sounded his horn loudly again and again. ബസ് ഇങ്ങനെ പയ്യെ ക്രൗൾ ചെയ്ത് നിർത്തി ഡ്രൈവർ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുകയാണ് ഹോണിന്റെ. But the more he honked, the more frightened the animal became, the faster it galloped. അപ്പൊ ഈ ഹോണിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇതിന് പേടിച്ചു പോയിട്ട് വീണ്ടും ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒച്ച ഉണ്ടാക്കുകയാണ്, ഓടുകയാണ്. ഓക്കെ, പാനിക്ഡ് ആയി. ഓൾവേസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബസ്. അത് ബസിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഓടുന്നത്.
somehow this way was very funny to Valli. ഇത് കണ്ടപ്പോ വള്ളിക്ക് ചിരി വന്നു വല്ലാതെ. She laughed and laughed until there were tears in her eyes. ഈ കൗ ഇങ്ങനെ വന്ന കണ്ടപ്പോ അവൾക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. അവൾ ചിരിച്ച് കണ്ണീര് വന്നു. Hey lady, haven't you laughed enough? Call the conductor. എന്താ ലേഡി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? Better save some for tomorrow. നിന്റെ ചിരി കുറച്ച് മാറ്റി വെക്കുക, സേവ് ചെയ്ത് വെക്കുക, നാളെയും ചിരിക്കേണ്ടതല്ലേ. At last the cow moved off the road and soon the bus came to the road crossing. അങ്ങനെ അവള് കൗ റോഡിന് ക്രോസ് ചെയ്ത് പോയി. പിന്നെ ഒരു റെയിൽവേ ക്രോസിംഗ് വന്നു. അപ്പൊ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ കാണാൻ പറ്റി അകലേന്ന്. അത് അകലേന്ന് ചെറിയൊരു സ്പെക്ക് എന്ന് വെച്ചൊരു ചെറിയ സ്പോട്ട് പോലെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അടുത്തോട്ട് വന്നപ്പോ വലുതായി തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആ ഒരു ട്രെയിൻ ഇങ്ങനെ ആ റെയിൽവേ ക്രോസിന്റെ ഗേറ്റിനെ ക്രോസ് ചെയ്ത് പോയി. അപ്പൊ ഭയങ്കര ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ശബ്ദവും പിന്നെ ബസ്സൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നത് പോലെയും തോന്നി. Then the bus went on and passed the train station. ബസ് സ്റ്റേഷൻ ഒക്കെ ക്രോസ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് from there it traversed a busy well laid out shopping street and turning entered a wide thoroughfare. അങ്ങനെ വണ്ടി എവിടെ എത്തി? ഒരു വലിയ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ എത്തി. നല്ല ഫെയറും നല്ല ഷോപ്പും ബിഗ് ആയിട്ടുള്ള ബ്രൈറ്റ് ലുക്കിംഗ് ഷോപ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഗ്ലിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു, ക്ലോത്ത്സ്. പിന്നെ അതുകൂടാതെ അവിടെ കച്ചവട സ്ഥാപനങ്ങള്, കുറെ ആളുകളൊക്കെ ആ ഒരു ടൗണില് ബസ് എത്തിയപ്പോ ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി ടൗണും കാണാൻ നല്ല ഭംഗിയായിരുന്നു. Struck dumb with wonder, Valli gaped at everything. ഇത് കണ്ടപ്പോ ഈ അതിശയം കാരണം എന്താണ്, വള്ളി വാ തുറന്ന് ഇരിക്കുവാണ് ഇതൊക്കെ കണ്ട് അതിശയിച്ച്. Then the bus stopped and everyone got off except Valli. വള്ളി ഒഴികെ ബാക്കി എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. Hey ladies, said the conductor, aren't you ready to get off? Hey lady, നിങ്ങൾ ഇറങ്ങുന്നില്ലേ? പുറത്തോട്ട് ഇറങ്ങുന്നില്ലേ? This is as far as you 30 paise takes you. ഈ as far as your 30 പൈസ, നീ തന്ന 30 പൈസക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ദൂരം ഇതാണ്. No, Valli said, I am going back on the same bus. ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോവാണ്. She took another 30 paise from her pocket and handed the coins to the conductor. 30 പൈസ എടുത്തിട്ട് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് തരാൻ വേണ്ടിട്ട് പറഞ്ഞു. Why? Is something the matter? No, nothing the matter. I just felt like having a bus ride. That's all. അതെന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്, എന്നാ കാര്യം? അപ്പൊ വള്ളി പറയാണ്, എനിക്കൊരു ബസ് റൈഡ് ഇഷ്ടമായിരുന്നു, അത് കാരണം ഞാൻ വന്നു, വേറെ ഒന്നുമില്ല. Don't you want to have a look at the sights now that you are here? എന്തായാലും നീ വന്നില്ലേ, ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണ്. All by myself? Oh, I would be much too afraid. Oh, ഞാൻ തന്നെയോ, എനിക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല, എനിക്ക് പേടിയാ. Greatly amused by the girl's way of speaking, the conductor said. ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പം ഭയങ്കര ഇഷ്ടം തോന്നി കണ്ടക്ടർക്ക്. But you weren't afraid to come in the bus. പക്ഷെ നിനക്ക് ഈ ബസ്സിൽ തന്നെ വരാൻ പേടിയൊന്നും ഉണ്ടായില്ലല്ലോ. Nothing to be afraid of about that. അതിന് അഫ്രൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയാണ് അവള്. Then why not go to that stall over there and have something to drink? Nothing to be afraid of about that either. അപ്പൊ അവിടെ ഒരു സ്റ്റോൾ ഉണ്ട്, അവിടെ പോയി എന്തെങ്കിലും കുടിക്കാൻ മേടിക്കാം, കുടിക്കാം. അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. Oh no, I couldn't do that. അയ്യോ എനിക്ക് വരാൻ പറ്റില്ല. Well then, let me bring you a cold drink. എന്നാ വരണ്ടെങ്കിൽ വരണ്ട, ഞാൻ നിനക്ക് ഇച്ചിരി തണുത്ത എന്തെങ്കിലും തരാം. വേണ്ട, എന്റെ കയ്യിൽ മണിയൊന്നുമില്ല. എനിക്ക് ആ ടിക്കറ്റ് മാത്രം തന്നാൽ മതി. ഇറ്റ് വിൽ ബി മൈ ട്രീറ്റ് ആൻഡ് നോട്ട് കോസ്റ്റ് യു എനിത്തിങ്. അയ്യോ, അത് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനൊന്നും അല്ല, എന്റെ ഒരു ട്രീറ്റ് പോലെയാണ്, ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക് മേടിച്ചു തരാന്ന് പറഞ്ഞു. നിന്റെ കയ്യിൽ കാശില്ലേലും കുഴപ്പമില്ല. No, she said faintly. അവള് പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട, പ്ലീസ്, നോ, എനിക്ക് വേണ്ട. അവള് ഭയങ്കര അഭിമാനിയാണ്. The conductor shrugged. അപ്പൊ കണ്ടക്ടർ തോളൊക്കെ ഉയർത്തിട്ട് ഓക്കെ എന്ന് പറയാണ്. ഷ്രഗ് എന്ന് വെച്ചാൽ അഗ്രി ചെയ്യാണ്. And they waited until it was time for the bus to begin the return journey. Again there were many passengers. പിന്നെ റിട്ടേൺ ജേർണിക്ക് വെയിറ്റ് ചെയ്യാണ് പാസഞ്ചേഴ്സ് ഒക്കെ വരാൻ. പക്ഷെ ഒത്തിരി പാസഞ്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. Won't your mother be looking for you? The conductor asked when he gave the girl her ticket. അപ്പൊ കണ്ടക്ടർ ചോദിക്കാണ്, നിന്റെ മദർ അന്വേഷിക്കില്ലേ നിന്നെ? ടിക്കറ്റ് കൊടുത്തോണ്ട് ചോദിക്കാണ്. No one will be looking for. ഇല്ല, എന്നെ ആരും ഈ സമയത്ത് നോക്കില്ലെന്ന് പറയാണ്. The bus started and again there were same wonderful sight. തിരിച്ചു പോയപ്പോഴും അങ്ങോട്ട് വന്നപ്പോ കണ്ട എല്ലാ സൈറ്റുകളും ഇവിടെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Valli wasn't bored in the slightest and greeted everything with the same excitement she would felt the first time. തിരിച്ചു പോയപ്പോഴും അവൾക്ക് ഒരു
എക്സൈറ്റ്മെന്റിന് കുറവുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ അവള് റിട്ടേൺ ജേർണി എൻജോയ് ചെയ്തു. ബട്ട് സഡൻലി ഷീ സോ എ യങ് കൗ ലൈയിങ് ഡെഡ് ബൈ ദ റോഡ് സൈഡ് ജസ്റ്റ് വെയർ ഇറ്റ് ഹാഡ് ബീൻ സ്റ്റക്ക് ബൈ സം ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ. പെട്ടെന്ന് അവള് കാണുന്നത് ഒരു യങ് ആയിട്ടുള്ള ഒരു കൗ റോഡിൽ ഇങ്ങനെ ചത്തു കിടക്കുകയാണ്. അതിനെ ഏതോ ഓടി സ്പീഡിൽ പോയ വെഹിക്കിള് ഇടിച്ചിട്ട് അത് ചത്തുപോയതാണ്. Isn't that the same cow that ran in front of the bus on our trip to town? അപ്പോൾ അവള് ചോദിക്കുകയാണ്, ഇത് ആ കൗ ആണോ നമ്മൾ അങ്ങോട്ട് പോയപ്പോ ആ ചാടി നമ്മുടെ ബസിന്റെ ഫ്രണ്ടിൽ വന്ന ആ കൗ ആണോ ഇത്? ഷി ആസ്ക്ഡ് ദ കണ്ടക്ടർ. കണ്ടക്ടറിനോടാണ് ചോദിക്കുന്നത്. കണ്ടക്ടർ പറഞ്ഞു ആ അതേ എന്നുള്ള രീതിയിൽ തല നോഡ് ചെയ്തു. And she was overcome with sadness. അത് കണ്ടപ്പോ ഭയങ്കര വിഷമായി. വളരെയധികം ചിരിപ്പിച്ച ഒരു പശുവായിരുന്നു അതല്ലേ. What had been lovable, beautiful creature just a little while ago had now suddenly lost its charm and its life and looked so horrible. കുറച്ചു മുമ്പ് ഭയങ്കര സ്നേഹമുള്ള സുന്ദരിയായ ക്രീച്ചർ ആയിരുന്നു ഇത് കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ അതിന്റെ ചൊണയും എല്ലാം നഷ്ടപ്പെട്ട് അത് ചത്തു കിടക്കുകയാണ്. ഓ ഇത് ഭയങ്കര ഭയാനകം തന്നെ. അവൾ ആ ഡെത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. അത്ര നിമിഷ നേരം കൊണ്ട് ഡെത്ത് നമ്മളെ കവർ ചെയ്യാമെന്ന്. So frightening as it lay there, legs spread eagled, a fixed stare and its lifeless eyes bled all over. അവൾ അങ്ങനെ നോക്കുകയാണ്. അതിന്റെ ചാമൊക്കെ നഷ്ടപ്പെട്ട് അതിന്റെ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലാണ് അവിടെ കിടക്കുന്നത്. കാലൊക്കെ ഇങ്ങനെ വല്ലാണ്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കണ്ണുകളൊക്കെ തുറിച്ചു നോക്കി, കണ്ണൊക്കെ ഇങ്ങനെ ലൈഫ്ലെസ് ആയിട്ട് തുറിച്ചു നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. ബ്ലഡ് ഒക്കെ ചുറ്റുമുണ്ട്. The bus moved on. The memory of the dead cow haunted her. അവൾക്ക് എന്താണ് ഡെഡ് കൗവിന്റെ ഒരു ചിത്രം അവളെ വല്ലാണ്ട് അരോസരപ്പെടുത്തി. അതിനെ അവള് ഭയങ്കര ഒരു എന്താണ് ഡാമ്പറിങ് ഹെർ enthusiasm എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ആ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ ആ ബസ്സിൽ പോകാനുള്ള, അതിനൊരു നനവ് പറ്റി, ഒരു കുറവ് പറ്റി. ഷീ നോ ലോങ്ങർ വാണ്ടഡ് ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. അതിനുശേഷം ആ കൗ ഇങ്ങനെ ചത്ത് കിടക്കണ കണ്ടതിന് ശേഷം അവൾക്ക് വിൻഡോയ്ക്ക് പുറത്തോട്ട് നോക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. She sat thus glued on her seat until the bus reached her village at 3:40. അപ്പൊ അവൾ അവിടെ തന്നെ ഇരുന്നു. glued to her seat എന്ന് വെച്ചാൽ അനങ്ങാതെ പൊങ്ങാതെ ഇരുന്നു ആ ബസ് അവളുടെ വില്ലേജിൽ അവളുടെ പ്ലേസിൽ എത്തുന്നത് വരെ. ഇപ്പൊ 3:40 എത്തി. She stood up and stretched herself. ബസ് അവളുടെ സ്റ്റോപ്പിൽ എത്തിയപ്പോ അവൾ എണിച്ച് കൈയൊക്കെ വിടത്തി. Then she turned to the conductor and said, well sir, I hope to see you soon. കണ്ടക്ടറോട് പോണ നേരത്ത് പറയാണ്, ഇനി എനിക്ക് താങ്കളെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു വീണ്ടും. Okay madam, he answered her, smiling. ചിരിച്ചുകൊണ്ട് ശരി മാഡം, ഇനിയും കാണാം. Whenever you feel like a bus ride, come and join us and don't forget to bring your fare. എപ്പോഴൊക്കെ നിനക്ക് റൈഡിന് പോണെന്ന് തോന്നുവാണെങ്കിൽ വന്നോളൂ, അതുകൂടാതെ ഫെയറിനുള്ള കാശും കൊണ്ടുവന്നേക്കണം കേട്ടോ എന്ന് പറയാണ്. She laughed and jumped down from the bus. Then away she went running straight for home. അപ്പൊ അവള് ചിരിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. സ്ട്രേറ്റ് വീട്ടിലേക്ക് വെച്ചടിച്ചു പോവാണ്. When she entered her house, she found her mother awake and talking to one of Wally's aunt. അപ്പോഴത്തേക്കും മദർ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണിച്ച് അവളുടെ വള്ളിയുടെ ആന്റിനോട്, ഒരു ആന്റിനോട് സംസാരിക്കുകയാണ്. ആന്റി സൗത്ത് സ്ട്രീറ്റ് എന്ന് വന്നേക്കണ ആന്റിയാണ്. This aunt was a real chatterbox, never closing her mouth once she started talking. ഈ ആന്റി ആണെങ്കിലോ ഒരു സംസാര ബോക്സ് ആണ്, എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും തുടങ്ങിക്കഴിഞ്ഞാൽ. And where have you been? said her aunt when Valli came in. അപ്പൊ വള്ളി കണ്ടപ്പം ആന്റി ചോദിക്കാൻ, നീ എവിടെ പോയതാ? She spoke very casually. അത് വെറുതെ ചോദിച്ചതാണ്. Not expecting a reply. റിപ്ലൈ ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ചോദിച്ചു. So Valli just smiled. വള്ളി ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോവാണ്. And her mother and aunt went on with their conversation. പക്ഷെ അവര് വീണ്ടും കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്തു. Yes, you are right, her mother said. നീ പറയുന്നത് ശരിയാണെന്ന് മദർ പറയാണ് ഈ ആന്റിയോട്. So many things are in the midst and in the world outside. How can we possibly know about anything? കുറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാടും നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. And even when we do know about something, we often can't understand it completely, can we? ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിലോ അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനും നമുക്ക് കഴിവില്ല. Oh yes, breathed Valli. അത് കേട്ടപ്പോ വള്ളി പറയണ, ശരിയാണ്. What? asked her mother. What is that you say? നീ എന്താ പറഞ്ഞത്? Oh, said Valli, I was just
agreeing with what you said about things happening without our knowledge. അവള് ശരിക്കും കളിയാക്കണയാണ്, നിങ്ങളെ അറിയിക്കാതെയും പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്, അത് നിങ്ങൾ പറഞ്ഞ് ശരിയാണ്, പല കാര്യങ്ങളും അവളുടെ യാത്രയാണ് അവള് മനസ്സിൽ ഇന്റേണൽ ആയിട്ട് ചിന്തിച്ചത്. ജസ്റ്റ് എ ചിറ്റ് ഓഫ് എ ഗേൾ, ഇവളൊരു പൊട്ടിപ്പെണ്ണ, ചിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടിപ്പെണ്ണാണല്ലോ, said her aunt. And yet look how she spokes her nose into our conversation. അവള് പോക്കർ നോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്യണേനാണ്. നോക്ക്, അവള് നമ്മുടെ കോൺവെർസേഷനിലായിട്ട് ഇന്റർഫിയർ ചെയ്ത് വന്നേക്കുന്ന കണ്ടോ? ജസ്റ്റ് ആസ് ദോ ഷി വാസ് എ ഗ്രോൺ ലേഡി, ഒരു വലിയ വളർച്ച എത്തിയ ഒരു ലേഡി വന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെയാണ് അവൾ പ്രവർത്തിക്കുന്നതെന്ന് ആന്റി പറയാണ്. വള്ളി smiled to herself. വള്ളി ചിരിച്ചു. She didn't want them to understand her smile. അവൾക്ക് വള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഈ വള്ളി ചിരിച്ചതിന്റെ അർത്ഥം അവര് മനസ്സിലാക്കണമെന്ന്. But then there wasn't much chance of that, was there? അപ്പൊ എന്റെ കാര്യം മനസ്സിലാക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇനി ഞാൻ ഈ നടന്നത് മനസ്സിലാക്കാൻ എന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ലെസൺ അവസാനിക്കുന്നത്. അപ്പൊ ലെസൺ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പെട്ടെന്ന് തന്നെ അടുത്ത ലെസൺ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ബൈ മൈ ഡിയർ സ്റ്റുഡൻസ്.